ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ലെക്ചർ 4 ആണ്. അതായത് പീരിയോഡിസിറ്റി ആൻഡ് കെമിസ്ട്രി ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിലെ ലാസ്റ്റ് ലെക്ചറാണിത്. അതായത് നമുക്ക് അറിയാം പീരിയോഡിസിറ്റി എന്ന ഞാൻ സ്പ്ലിറ്റ് വൈസ് സിലബസ് കിട്ടിയിട്ടുണ്ട്. അതായത് സ്റ്റഡി പാറ്റേൺ എന്നും പറഞ്ഞ് അതിൽ നിങ്ങൾ നോക്കുമ്പോൾ പീരിയോഡിസിറ്റി കെമിസ്ട്രി ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ കെമിസ്ട്രി ഓഫ് എലമെൻറ്റ്സിലെ ഒരു പാർട്ടാണ് പീരിയോഡിസിറ്റി ആൻഡ് കെമിസ്ട്രി ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. അതിൻ്റെ ലാസ്റ്റ് ലെക്ചറാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ബോറൈൻസിനെ കുറിച്ച്, അതുപോലെ സിലിക്കേഡ്സിനെ കുറിച്ച്, സ്റ്റിക്സ് നമ്പർ, അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോർഷന്, ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണിതെന്ന് അല്ലേ, ഇന്റർ ഹാലജൻ. അപ്പം ഹാലജൻസ് തമ്മിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട്സ് ആണ് എന്ത്, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. ഹാലജൻസ് റിയാക്ട് വിത്ത് ഈച്ച് അതർ. അവർ പരസ്പരം എന്താണ് റിയാക്ട് ചെയ്ത് എന്തുണ്ടാകുന്നു, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ഉണ്ടാകും. നമുക്കറിയാം ഹാലജൻസ് അങ്ങനെ 17th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലേ. ഈ ഹാലജൻസ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഒരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് എന്ത്, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. മെയിൻ ആയിട്ട് 4 ടൈപ്സ് ആണുള്ളത്. AX ടൈപ്പ്, AX3 ടൈപ്പ്, AX5 ടൈപ്പ് ആൻഡ് AX7 ടൈപ്പ്. ഈ 4 ടൈപ്പ് ഓഫ് എന്താണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ആണുള്ളത്. അതിന്റെ ഒരു ടേബിൾ ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇതിന്റെ 4 ടൈപ്പിലുള്ള ഉണ്ടാകാൻ ചാൻസ് ഉള്ള കോമ്പൗണ്ട്സിന്റെ ഒരു ടേബിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും നോക്കുക. എന്താണ് CLF, BRF, BRCl, ICl, IBr, CLF3, BRF3, ICl3, CLFI, BRFI, IFI, IF7. ഇത്രയും 4 ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് ഇന്റർ ഹാലജൻസിനകത്ത് വരുന്നത്. They can all be prepared by direct reaction between halogens or by the action of a halogen on a lower inner halogen. മെയിൻ ആയിട്ട് ഒന്ന് ഡയറക്റ്റ് ആക്ഷൻ ഓഫ് ഹാലജൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാകാം. അതല്ലെങ്കിൽ ഒരു ലോവർ ഹാലജനുമായിട്ടുള്ള റിയാക്ഷൻ വഴി നമുക്ക് എന്ത് കിട്ടാം, ഈ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇനി ഈ ഏതാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതിന്റെ കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫസ്റ്റ് ഈക്വൽ വോളിയം ഓഫ് Cl2ഉം F2ഉം എടുക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാകുന്നത്, ClF ആയിരിക്കും ഉണ്ടാവുക. ഈക്വൽ വോളിയംസ് ആണ്. Cl2ഉം F2ഉം ഈക്വൽ വോളിയം ആണെങ്കിൽ, 1:1 ആണെങ്കിൽ എന്തായിരിക്കും, ClF ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ I2Cl2 ഇക്വിമോളർ ആണെങ്കിൽ എന്താണ്, ICl ഉണ്ടാകും. എന്താണ് ഇനി Cl2ഉം F2ഉം F2 എക്സസ് ആണെങ്കിൽ, ക്ലോറിനും ഫ്ലൂറിനോട് റിയാക്ട് ചെയ്യുന്നതിൽ F2 എക്സസ് ആണെങ്കിൽ എന്തുണ്ടാവുന്നു, ClF3 ആണ് ഉണ്ടാവുന്നത്. ഇനി ബ്രോമിനും ഫ്ലൂറിനും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഡൈലൂട്ടഡ് വിത്ത് നൈട്രജൻ ആണെങ്കിൽ എന്തുണ്ടാകുന്നു, BrF3 ഉണ്ടാകുന്നു. ബ്രോമിനും ഫ്ലൂറിനും ഫ്ലൂറിൻ എക്സസ് ആണെങ്കിൽ അവിടെ എന്താണ്, BrF5 ഉണ്ടാകുന്നു. അയോഡിനും ഫ്ലൂറിൻ എക്സസ് ആണെങ്കിൽ എന്തുണ്ടാകുന്നു, IF5 ഉണ്ടാകുന്നു. IF5ഉം F2ഉം കൂടെ, ഇവിടെ F2 എക്സസ് ആണെങ്കിൽ എന്തുണ്ടാകുന്നു, IF7 ഉണ്ടാകുന്നു. ഇതിന്റെ കണ്ടീഷൻസ് നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ പറയാം, ഇത് നിങ്ങൾ കാണാതെ പഠിക്കാൻ നിവർത്തിയുള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് കണ്ടീഷനിലാണ് ഓരോ ഇന്റർ ഹാലജനും ഉണ്ടാകുന്നത് എന്ന് എന്തെങ്കിലും ട്രിക്ക് തന്നെ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ എന്താണ് കാണാതെ പഠിച്ചോ ഈ പോർഷൻ നല്ലപോലെ പഠിച്ചിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ദി ബോണ്ട്സ് ആർ എസെൻഷ്യലി കോവാലന്റ് ആണ്. എന്തുകൊണ്ടാണ് കോവാലന്റ് ആയത്, ഇവർ തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസ് എന്താണ്, ചെറുതായതുകൊണ്ട് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്താണ്, കോവാലന്റ് നേച്ചർ ആണ്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആസ് ദി ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ്. ഇനി ഇവർ തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തും കൂടും, ഇവരുടെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റും കൂടും. ദേ ആർ മോർ റിയാക്റ്റീവ്. ജനറലി എന്താണ്, മോർ റിയാക്റ്റീവ് ദാൻ ഹാലജൻസ് ആണ്. ഇപ്പൊ നമ്മള് എന്താണ് ക്ലോറിനും ബ്രോമിനും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരെക്കാട്ടിലും റിയാക്റ്റീവ് ആയിരിക്കും എന്ത്, ഇവരുടെ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. പക്ഷെ എന്താണ്, ഫ്ലൂറിന്റെ അത്രയും വരില്ല, എന്നാലും ബാക്കിയുള്ള ഹാലജൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ മോർ റിയാക്റ്റീവ് ആണ്. ദിസ് ഈസ് ബിക്കോസ് ദി AX ബോണ്ട് ഇൻ ഇന്റർ ഹാലജൻ ഈസ് വീക്കർ ദാൻ ദി എക്സസ് ബോണ്ട് ഇൻ ദി ഹാലജൻ. അതെന്ന് വെച്ചാൽ ഇപ്പം ഫ്ലൂറിൻ ഒഴികെയുള്ള ബാക്കി ഏത് ഹാലജൻസ് എടുത്താലും അവർ തമ്മിലുള്ള എക്സസ് ബോണ്ട്, ഇപ്പൊ Cl ബോണ്ട് എന്ന് വെച്ചാൽ എന്തിനെക്കാട്ടിൽ ബോണ്ട് എന്താണ് സ്ട്രോങ്ങർ ആണ്. ഈ AX ബോണ്ട് എന്തായിരിക്കും, വീക്കർ ആയിരിക്കും. The reactions of interhalogens are similar to those of halogens. Halogens react ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ് interhalogens റിയാക്ട് ചെയ്യുന്നത്. അതായത് എന്താണ്, ഹൈഡ്രോളൈസ്
ഹൈഡ്രോളിസിസ് ഗീവ് ഹാലൈഡ്സ് ആൻഡ് ഓക്സോഹാലൈഡ് അയോൺസ്. ഈ ഇന്റർഹാലജൻസിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്താണ് ഹാലൈഡ്സും അതുപോലെ എന്താണ് ഓക്സോഹാലൈഡ്സും ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സെയിം, അതായത് പിന്നെ ഹാലജൻസിന്റെ സെയിം റിയാക്ഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും ഇന്റർഹാലജൻ കോമ്പൗണ്ട്സും റിയാക്ഷൻസ് തരുന്നത്. ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് will fluorinate many metal oxides, metal halides and metals. ഇവരുടെ ഒരു എബിലിറ്റി ആണ്, ഫ്ലൂറിനേറ്റിംഗ് എബിലിറ്റി ഉണ്ട് ഇവർ ഫ്ലൂറിനേറ്റിംഗ് ഏജൻസ് ആയിട്ട് നമുക്ക് ഇവരെ യൂസ് ചെയ്യാം. ഇനി ഇത് നിങ്ങൾക്കറിയാം എന്താണ് ഓരോന്നിന്റെ ഫോർമുല പിന്നെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ നമ്മൾ എന്താണ് VSEPR നമ്പർ വെച്ച് കണ്ടുപിടിച്ചില്ലേ അതേ രീതി തന്നെ കണ്ടുപിടിക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ClF3 എടുക്കാന്നിരിക്കട്ടെ. ClF3 എടുത്താൽ എന്താണ് VSEPR നമ്പർ കാണേണ്ടത്? നമ്പർ ഓഫ് ബോണ്ടഡ് പെയർ, അതായത് എത്ര ആറ്റംസ് സെൻട്രൽ ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെൻട്രൽ ആറ്റം ഏതാണ്? ക്ലോറിൻ. ബോണ്ടിന് 3 ബോണ്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് 1/2 വാലൻസി ഓഫ് സെൻട്രൽ ആറ്റം. എന്താണ് ക്ലോറിന്റെ വാലൻസി 7. ചാർജ് ഓഫ് ദി സറൗണ്ടിങ് ആറ്റം -3 ആണ്, -3. പിന്നെ ചാർജ് ഓഫ് ദി കോംപ്ലക്സ് ഇല്ല, അവിടെ ഒന്നും ചെയ്യേണ്ട. അപ്പം ഇത്രയും ലോൺ പെയർസ് ഉണ്ടാവും. അപ്പൊ എന്താണ് 3 ബോണ്ട് പെയർ പ്ലസ് 7 - 3 4/2 എത്ര വരും? 2 ലോൺ പെയർ. ടോട്ടൽ എത്രയാണ്? 5 ഇലക്ട്രോൺ പെയർ വരുമ്പോൾ നമുക്കറിയാം എന്താണ് ട്രയഗണൽ ബൈ പിരമിഡൽ ആണ്. അതിൽ 2 എണ്ണം ലോൺ പെയർ ആണ്. ട്രയഗണൽ ബൈ പിരമിഡൽ 2 എണ്ണം ലോൺ പെയർ ആയിരിക്കും Cl ഈ രീതി ആയിരിക്കും, ഇവിടെ ആയിരിക്കും, അതായത് ഇക്വറ്റോറിയൽ പൊസിഷനിലായിരിക്കും 2 ലോൺ പെയർ ഇരിക്കുക. അപ്പൊ ഷേപ്പ് എന്ത് വന്നു? T ഷേപ്പ് വന്നു. ഇനി വേറെ ഏതാണ്? ClF5 നോക്കാം. ClF5 ആണെങ്കിൽ ഇതുപോലെ എന്താണ് 5 ബോണ്ട് പെയർ പ്ലസ് 1/2 ഇൻറ്റു വാലൻസി മൈനസ് ചാർജ്. ഇപ്പൊ 5 ബോണ്ട് പെയർ പ്ലസ് 7 - 5 2/2 1 ലോൺ പെയർ. അപ്പം ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ പെയർ എത്ര വന്നു? 6 വന്നു. അപ്പോൾ ഒക്ടാഹെഡ്രൽ ആയിരുന്നു. ഒക്ടാഹെഡ്രലിന്റെ ഒരെണ്ണം എന്തായി മാറി? ലോൺ പെയർ പോയി. അപ്പം ബാക്കി എന്ത് വരും? സ്ക്വയർ പിരമിഡൽ ആയതിന്റെ ഷേപ്പ്. അതുപോലെ തന്നെ ആ ക്ലാസ് കോമ്പൗണ്ട്സ് എല്ലാം. ഇനി IF7 വരുമ്പോഴോ? IF7 വരുമ്പോൾ 7 ബോണ്ട് പെയർ പ്ലസ് 1/2 ഇൻറ്റു B 7 മൈനസ് എത്രയാണ്? 7. ഇപ്പൊ എന്ത്? 7 ബോണ്ട് പെയർ മാത്രം വരും, 0 ലോൺ പെയർ. അതിന്റെ എന്താണ് പെന്റഗണൽ ബൈ പിരമിഡൽ ആയിരിക്കും അതിന്റെ സ്ട്രക്ചർ. ഈ രീതി നമുക്ക് VSEPR നമ്പർ യൂസ് ചെയ്തിട്ട് ഇന്റർഹാലജൻസിന്റെ എന്ത് കാണാം? സ്ട്രക്ചർ നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തയാണ് സ്യൂഡോ ഹാലജൻസ് ആൻഡ് സ്യൂഡോ ഹാലൈഡ്സ്. അതും ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ്. അയോൺസ് consisting of 2 or more atoms of which at least one is nitrogen that have properties similar to those of the halide ions. നമ്മുടെ ഹാലൈഡ്സ് അയോൺസിനെ പോലെ 2 അതിലധികമോ ആറ്റംസ്, ആ 2 അതിലധികമോ ആറ്റംസ് എന്ന് പറയുന്നെങ്കിലും അതിൽ ഒരെണ്ണം എന്തായാലും മിക്കവാറും നൈട്രജൻ ആയിരിക്കും. ആ അയോൺസ് എന്തിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കും? ഹാലൈഡ്സ് പോലെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ആ ഒരു അയോൺസിനെ പറയുന്ന പേരാണ് എന്ത്? സ്യൂഡോ ഹാലൈഡ്സ് എന്ന് പറയുന്നത്. സ്യൂഡോ ഹാലൈഡ് അയോൺസ്. ഇവര് എന്തായിരിക്കും? നമ്മുടെ ഹാലൈഡ് ഇപ്പം Cl മൈനസ് F മൈനസ് Br മൈനസ് അങ്ങനെയൊക്കെ അല്ലേ? ഇതുപോലെ തന്നെ ഇവരുടെ സ്വഭാവം തന്നെയാണ്. ഇവരെ പോലെ തന്നെ എന്തായിരിക്കും? ഇവരും യൂണിവാലന്റ് ആയിരിക്കും. നമ്മുടെ ഹാലൈഡ് അയോൺസ് എങ്ങനെയാണോ സോൾട്ട് ഫോം ചെയ്യുന്നത് അതുപോലെയൊക്കെ ആയിരിക്കും ഇവരുടെയും റിയാക്ഷൻ. എക്സാമ്പിൾ ആണ് സോഡിയം സോൾട്സ് ആർ soluble in water but the silver salts are insoluble. ഇവരുടെ ഇപ്പം നമ്മൾ എക്സാമ്പിൾ ആണ് എന്താ? Cl സയനൈഡ് ഒക്കെ എന്തിന് എക്സാമ്പിൾ? സ്യൂഡോ ഹാലജൻ എക്സാമ്പിൾ ആണ്. ഇപ്പം ഇവരുടെ സോഡിയം സോൾട്ട് എങ്ങനെയായിരിക്കും? സോല്യൂബിൾ ഇൻ വാട്ടർ ആയിരിക്കും. പക്ഷെ അവരുടെ സിൽവർ സോൾട്ട്സ് എന്താവില്ല? സോല്യൂബിൾ ആവില്ല, ഇൻസോല്യൂബിൾ ആയിരിക്കും. അതായത് നമ്മളൊരു ഹാലജൻ, ഒരു ഹാലൈഡ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെയും റിയാക്ഷൻസ്. ദി ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് ആർ acids like halogen acids. അപ്പോൾ HCl, HBr എന്ന് പറയുന്ന പോലെ തന്നെയാണ് എന്ത്? HCl. ഇപ്പം സ്യൂഡോ ഹാലജൻസ് എന്താണ്? സെയിം ആസിഡ്സ്, അതുപോലെയുള്ള ആസിഡ്സ് തരും. Some of the pseudo halide ions combine to form dimers comparable with the halogen molecule. ഇപ്പം Cl2, F2 എന്ന് പറയുന്ന പോലെ ചില സ്യൂഡോ ഹാലൈഡ് അയോൺസ് കമ്പൈൻ ചെയ്ത് അവരുടെയും എന്തുണ്ടാകും? ഡൈമേഴ്സ് ഫോം ചെയ്യും. അതായത് സയോനജൻ Cn twice ആണ് എന്താണ്? സയോനജൻ. തയോസൈനജൻ SCN twice. സെലീനോസൈനജൻ Cn twice. ഇതൊക്കെ എന്താണ്? ഇതുപോലെ തന്നെ നമ്മുടെ Cl2 അല്ലെങ്കിൽ F2 ഒക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ തന്നെ
ഇവർ ഡൈമേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും പോപ്പുലർ ആയ ബെസ്റ്റ് നോൺ സ്യൂഡോ ഹാലൈഡ് ആണ് എന്ത് CN-. ഇത് എന്തിനെ റിസംബിൾ ചെയ്യുന്നു? Cl-, Br-, I- ഒക്കെ റിസംബിൾ ചെയ്യുന്നുണ്ട്. അതായത് ഇവരെന്താണ് ഹൈഡ്രജൻ ആസിഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. എന്താണ് CN ട്വൈസ് ഓക്സിഡൈസ് ടു ഫോം മോളിക്യൂൾസ് ഹൈഡ്രജൻ ഫോം ചെയ്യുന്നുണ്ട്. ഇൻസോലിബിൾ സോൾട്സ് വിത്ത് എന്താണ് ഇപ്പൊ നമ്മൾ ഇത് ക്ലോറിന്റെ ആണെങ്കിലും ബ്രോമൈഡ് ഒക്കെയാണ് AgCl AgBr ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അത് ഇൻസോലിബിൾ സോൾട്സ് ആണ്. അതുപോലെ തന്നെ സയനൈഡ് സോൾട്സ് എന്താണ് ഇൻസോലിബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ് ഇന്റർ സ്യൂഡോ ഹാലജൻ കോമ്പൗണ്ട്സ് ക്യാൻ ബി ഫോംഡ്. നമ്മളിപ്പോ IC-യിലൊക്കെ പറഞ്ഞ പോലെ എന്താണ് ഈ സൈനജൻ എന്തുമായിട്ട് ഫോം ചെയ്യും? ഹാലജനുമായിട്ട് സ്യൂഡോ ഹാലജൻ ഇന്റർ സ്യൂഡോ ഹാലജൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ അവർക്ക് എബിലിറ്റി ഉണ്ട്. AgCN ഈസ് ഇൻസോലിബിൾ ഇൻ വാട്ടർ ബട്ട് സോലിബിൾ ഇൻ അമോണിയ. അതായത് AgCl ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ AgCN ബിഹേവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫോംസ് എ ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സസ് സിമിലർ ടു ഹാലൈഡ് കോംപ്ലക്സസ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കോംപ്ലക്സ് CN കോംപ്ലക്സ് ഒക്കെ. ഇപ്പം Cl കോംപ്ലക്സ് ഒരു ഹാലൈഡ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവർ എന്താണ് ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് കണ്ടോ സയനജന്റെ CN- ആസിഡ് എന്താണ് HCN ഡൈമർ CN ട്വൈസ്. SCN- ആണ് HCN SCN ട്വൈസ്. ഈ രീതിയിൽ അതിന്റെ ആസിഡ്സും ഡൈമേഴ്സും. ഇതിനകത്ത് CN- ആണ് എന്ത് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി കാണിക്കുന്നത്. ഹാലജനായിട്ട് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി കാണിക്കുന്ന നേരാണ് CN- ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് ഒരു പോർഷൻ ആണ് ബോറോൺ ക്ലസ്റ്റേഴ്സ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ബോറോൺ ക്ലസ്റ്റേഴ്സ് എഴുതാനും സ്ട്രക്ചർ ആണെങ്കിലും അവർ സ്റ്റിക്സ് നമ്പർ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടുള്ള ഒരു ഏരിയ ആണ്. Boron forms an extensive range of polymeric cage-like compounds which include the borohydrate, metalloboranes and the carboranes. ഇതൊക്കെ ഓരോ ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. Borohydrates are formed up to 12 boron atom and fall into 3 classes: ക്ലോസോ, നിഡോ ആൻഡ് അരക്കണോ. മെയിൻ ആയിട്ട് ഇത് മാത്രമല്ല എന്താണ് ഹൈപ്പോ കൺജങ്ക്റ്റോ അങ്ങനെ വരുന്ന വേറെ വരുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് 3 ക്ലാസ്സസ് ആയിട്ടാണ് നമുക്ക് ഈ ബോറോഹൈഡ്രേറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്താണ് ക്ലോസോ, നിഡോ, അരക്കണോ. ബോറോൺ ഹൈഡ്രേറ്റ്സ് വിത്ത് ഫോർമുല BnHn2- ആണെങ്കിൽ BnHn2- ആണെങ്കിൽ എന്താണ് ക്ലോസോ സ്ട്രക്ചർ ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 5 to 12 വരെ ആവാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താണ് B6H6 2- അല്ലെങ്കിൽ B7H7 2-. ഇങ്ങനെ BnHn2- ഫോർമുല ആണെങ്കിൽ അതെന്താണ് ക്ലോസോ സ്ട്രക്ചർ ആണ്. ക്ലോസോ എന്ന് വെച്ചാൽ എന്താണ് കേജ് ലൈക്ക് സ്ട്രക്ചർ. ആൻഡ് എക്സാമ്പിൾ ട്രയഗണൽ ബൈപിരമിഡൽ ആണ്. B6 ഒക്ടാഹെഡ്രൽ ആണ്. B12H12 എന്താണ് ഐക്കോസാഹെഡ്രൽ ആണ്. ഇതൊക്കെ എക്സാമ്പിൾ ആണ് ക്ലോസോ സ്ട്രക്ചേഴ്സിന് എക്സാമ്പിൾസ് ആണ്. When boron clusters have formula BnHn+4, they adopt the nido structure. ഒന്നുകിൽ എന്താണ് BnHn+4 ഇവിടെ ചാർജ് ഒന്നുമില്ല ഈ രീതിയിലോ അല്ലെങ്കിൽ എന്താണ് BnHn4- ഈ രീതിയിലോ ആണ് ഫോർമുല എങ്കിൽ അതെന്താണ് നിഡോ സ്ട്രക്ചേഴ്സ് ആണ്. നിഡോ സ്ട്രക്ചർ മീൻസ് എന്താണ് നെസ്റ്റ് ലൈക്ക് സ്ട്രക്ചർ. ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ട് ചോദിക്കും ഇപ്പം ഏത് ടൈപ്പ് അല്ലെങ്കിൽ എന്ത് സ്ട്രക്ചർ ആണ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പൊ നോക്കുക ഇവിടെ n ആദ്യം ഒരുപോലെ എടുത്ത് എഴുതുക B5H5. ബാക്കി എത്ര ഹൈഡ്രജൻ ഉണ്ട് 4. അപ്പം 4- അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ എഴുതേണ്ട രീതി എന്താണ് B5H5+4. അപ്പം BnHn+4. അപ്പൊ എന്ത് സ്ട്രക്ചർ വന്നു നിഡോ സ്ട്രക്ചർ. അപ്പം ഈ ഫോർമുലയാണ് വരുന്നെങ്കിൽ എന്താണത് നിഡോ സ്ട്രക്ചേഴ്സ് ആണ്. ഇനി BnHn+6 ആണെങ്കിൽ എന്താണത് അരക്കനോ സ്ട്രക്ചേഴ്സ് ആണ്. സ്പൈഡേഴ്സ് വെബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇപ്പൊ എക്സാമ്പിൾ ആണ് B5H11 പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം B5H5+6 ആണ് എന്ത് B5H11. അപ്പം BnHn+6 ആകുമ്പോൾ ഏത് സ്ട്രക്ചർ ആവും അരക്കനോ സ്ട്രക്ചർ. Boron forms many metal containing clusters called metalloboranes. ഇനി മെറ്റലുമായിട്ടാണ് ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നതെങ്കിൽ എന്താണ് മെറ്റലോബൊറൈൻസ് ആവും. Closely related to the polyhedral boranes and borohydrates are the carboranes. അതായത് അടുത്ത ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് എന്ത് കാർബോറൈൻസ്. അവിടെ എന്താണ് ബോറോണും ഉണ്ടാവും കാർബണും ഉണ്ടാവും. ഇവിടെ നോക്കുക B6H6 2- ഒരു അനലോഗ് ആണ് എന്ത് B4
C2H6. ഇവിടെ നോക്ക്, രണ്ട് ബോറോൺമാരോട് രണ്ട് കാർബൺ. അപ്പം C2B4H6 എന്ന് പറയുന്നത് എന്തിന് അനലോഗാണ്? B6H6 ഒരു അനലോഗാണ്. അതായത് രണ്ട് ബോറോൺ ആറ്റം മാറിയിട്ട് അവിടെ എന്ത് വന്നു? രണ്ട് കാർബൺ ആറ്റം വന്നു. അത്തരം കോംപ്ലക്സ് എന്താണ് ക്ലസ്റ്റേഴ്സ് ആണ് എന്ത്? കാർബോറൈൻസ് എന്ന് പറയുന്നത്. The simplest hydride of boron is diborane. നമുക്കറിയാം BH3 ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഹൈഡ്രൈഡ് ആണ് എന്ത്? B2H6. ഹയർ ബോറൈൻസും ഉണ്ട്. അതെന്താണ്? B5H9 അതെന്താണ്? ലിക്വിഡ് ആണ്. അടുത്ത B10H14 എന്ന് വെച്ചാൽ എന്താ? സോളിഡ് ആണ്. ഡൈബോറൈൻസ് ഇതെന്ന് വെച്ചാൽ B2H6 എന്താണ്? ഗേഷ്യസ് ആണ്. B5H9 ലിക്വിഡ് ആണ്. B10H14 എന്താണ്? ഹയർ ആയിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? അത് സോളിഡ് ആയിട്ട് മാറും. ഇതിന്റെ സിന്തസിസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്താണ് ഡൈബോറൈന്റെ സിന്തസിസ്? എന്താണ്? ബോറോൺ ഹാലൈഡിനെ ഹൈഡ്രൈഡ് സോഴ്സുമായിട്ട് മെറ്റാത്തസിസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഡൈബോറൈൻ കിട്ടും. Metathesis between a boron halide and a hydrate source. Many of the higher boranes can be prepared by the partial pyrolysis of diborane. ഇതൊക്കെ പ്രോപ്പർട്ടി എന്താണ് ഇതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. All the boron hydrates are flammable. Sometimes എന്താണ് ഇത് എക്സ്പ്ലോസീവ് ആണ്. എന്താണ് susceptible to hydrolysis ആണ്. Many of them are susceptible to hydrolysis ആണ്. അവർ ഹൈഡ്രോളിസിസ് പെട്ടെന്ന് തന്നെ നടക്കും. ലബോറട്ടറിയിൽ മെയിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ ആണ്. ഈ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്? ലിഥിയം ബോറോയിഡിന്റെയോ എന്താണ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡിന്റെയോ ലിഥിയം ബോറോ ഹൈഡ്രൈഡിന്റെയോ പ്രസൻസിൽ എന്താണ്? ബോറോൺ ഹാലൈഡ് മെറ്റാത്തസിസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡൈബോറൈൻ കിട്ടും. ഈ പ്രിപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് പ്രിപ്പറേഷൻ ആണ്. എന്താണ്? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡോ ലിഥിയം ബോറോ ഹൈഡ്രൈഡോ ഇൻ ഈതറില് എന്താണ്? ബോറോൺ ഹാലൈഡോടെ മെറ്റാത്തസിസ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് ഡൈബോറൈൻ കിട്ടും. മെറ്റാത്തസിസ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് പാർട്ട്നേഴ്സ് ആണ്. ഇവിടെ നോക്കുക, ലിഥിയം LiBH4 അല്ലേ? ഇതിനെ ഇങ്ങോട്ട് കൊടുക്കും, ഹൈഡ്രജനെ ഇങ്ങോട്ട് കൊടുക്കും, ഫ്ലൂറിനെ ഇങ്ങോട്ട് കൊടുക്കും. അതാണ് എന്ത് കൊടുക്കുക? മെറ്റാത്തസിസ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് ഓഫ് പാർട്ട്നേഴ്സ്. All the boranes are colorless and diamagnetic ആണ്. ഇതിന്റെ മറ്റ് പ്രിപ്പറേഷൻ റിയാക്ഷൻസ് ആണ്. അതായത് ബോറൈൻ ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ബോറിക് BOH ത്രൈസ് ഉണ്ടാകും. അതുപോലെ തന്നെ H2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ്? അതും BOH ത്രൈസും H2O ഉണ്ടാവും. നമുക്കറിയാം B2H6 എന്ന് വെച്ചാൽ ലൂയിസ് ആസിഡ് ആണ്. ഇനി സോഫ്റ്റ് ആൻഡ് ബൾക്കി ലൂയിസ് ബേസസ് ക്ലീവ് ഡൈബോറൈൻ സിമെട്രിക്കലി ഇൻടു 2 BH3 ഫ്രാഗ്മെന്റ്സ്. ഇനി സോഫ്റ്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോഫ്റ്റും ബൾക്കി ആയിട്ടുള്ള ആസിഡ്സ് എന്താണ്? സിമെട്രിക്കലി ആണ് ഈ ഡൈബോറൈനെ ഫ്രാഗ്മെന്റ് ചെയ്യുന്നത്. മോർ കോമ്പാക്ട് ആൻഡ് ഹാർഡ് ലൂയിസ് ബേസസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവനെ BH2 മൈനസ് എന്നും BH4 എന്നും ഈ രീതിയിലായിരിക്കും അതിന്റെ ക്ലീവ് ചെയ്യുന്നത്. അൺസിമെട്രിക്കലി ആയിരിക്കും ക്ലീവ് ചെയ്യുന്ന ഒരു അയോണിക് പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഹയർ ബോറൈൻസ് ആൻഡ് ബോറോഹൈഡ്രേറ്റ്സ്. ഇവിടെ സ്റ്റിക്സ് നമ്പർ ഒക്കെ നമ്മൾ ഇവിടെയാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. നിങ്ങൾ ഇത് ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ലെക്ചർ നോട്ട് എഴുതി പോകുക. കാരണം പല കാര്യങ്ങളും ഞാനിപ്പം ചെയ്യുന്ന ട്രിക്സ് ഒക്കെ ആണെങ്കിലും ഞാൻ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ക്ലാസ്സിൽ തന്നെ കേട്ട് നിങ്ങൾക്കൊരു പ്രത്യേക നോട്ട്, നിങ്ങളുടെ PDF നോട്ട് അല്ലെങ്കിൽ എന്താണ് പ്രിന്റഡ് നോട്ട് മാത്രം യൂസ് ചെയ്യാതെ ക്ലാസ് ടൈമിൽ നിങ്ങൾ നോട്ട്സ് എഴുതി തന്നെ ലെക്ചർ നോട്ട് എഴുതി പോവുക. നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ പോയിന്റ്സോ അല്ലെങ്കിൽ ട്രിക്സോ ഒക്കെ അവിടെ സൈഡിൽ എഴുതി തന്നെ പോവുക. അതായിരിക്കും യൂസ്ഫുൾ. നമ്മൾ വെറുതെ ക്ലാസ് കേൾക്കുന്നതിനേക്കാളും എപ്പോഴും യൂസ്ഫുൾ എന്തായിരിക്കും? ലെക്ചർ കേൾക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എഴുതി പോകുന്നതായിരിക്കും. അതുപോലെ ഒരു പ്രോബ്ലം, ഒരു എക്സാമ്പിൾ വേണ്ട ഒരു പ്രോബ്ലം തരുമ്പോൾ ആ പ്രോബ്ലം നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ ആ പ്രോബ്ലം തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ മാത്രം എക്സ്പ്ലനേഷൻ കേൾക്കുക. The bonding in boron hydrates and polyhedral hydride ions can be approximately by conventional 2C2 electron bonds together with a 2C2 electron bond. അതായത് നമ്മൾ നോർമലായിട്ട് നമുക്കറിയാം എന്താണ് ഒരു ബോണ്ടിന്റെ ഇടയ്ക്ക് 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ് ആണ് സാധാരണ ഉണ്ടാവുക. പക്ഷേ ഈ ബോറൈൻസ് അല്ലെങ്കിൽ ഹയർ ബോറോഹൈഡ്രേറ്റ്സിന്റെ കേസ് എന്താണ്? ഈ ടൈപ്പ് ബോണ്ട്സ് മാത്രമല്ല 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സും ഉണ്ട്. ഇത് രണ്ട് ടൈപ്പ് ബോണ്ട്സ് എവിടെയുണ്ട്? നമ്മുടെ ഹയർ ബോറൈൻസിൽ അല്ലെങ്കിൽ ബോറോൺ ഹൈഡ്രേറ്റ്സിൽ നമുക്ക് കാണാനാകും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ഇൻ ബോറൈൻസ് ആണ് പറയുന്നത്. ഒന്ന് നോർമൽ കോവാലന്റ് ബോണ്ട്.
നോർമൽ കോവാലന്റ് ബോണ്ട് നമുക്കറിയാം എന്താണ് 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. അതായത് BH ബോണ്ട് എന്താണ് നോർമൽ കോവാലന്റ് ബോണ്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു നോർമൽ കോവാലന്റ് ബോണ്ടാണ് BB ബോണ്ട്. അതും എന്താണ് 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് BB ബോണ്ട്. പിന്നെ ബ്രിഡ്ജ് ബോണ്ട്സ് വരുന്നുണ്ട്. അവിടെ എന്താണ് BHB ബോണ്ട്. BHB ബോണ്ട് എന്താണ് 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ് ബ്രിഡ്ജ് ബോണ്ട്. അടുത്ത ക്ലാസ് ഓഫ് ബ്രിഡ്ജ് ബോണ്ടാണ് BBB ബോണ്ട്. ഇവിടെ ബ്രിഡ്ജ് ബോറോൺ ആണ്. ഇതും എന്താണ് 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ആണ്. പിന്നെ ക്ലോസ്ഡ് ബ്രിഡ്ജ് ബോണ്ട്സ് ഉണ്ട്. ഈ ടൈപ്പ് ഉള്ള ബോണ്ട്സ് ചില ഹൈഡ്രേറ്റ് ബോറോൺ ഹൈഡ്രേറ്റ്സ് കാണാറുണ്ട്. അതും എന്താണ് 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ് ആണ്. അപ്പം ഏതൊക്കെയാണ് 2 സെന്റർ 2 ഇലക്ട്രോൺ 3 സെന്റർ 2 ഇലക്ട്രോൺ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഏതൊക്കെ ടൈപ്പ് ബോണ്ട്സും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി സ്റ്റിക്സ് കോഡ്. സ്റ്റിക്സ് കോഡ് എന്ന് വെച്ചാൽ നമുക്ക് ആ കോഡ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എത്ര BHB ബോണ്ട് ഉണ്ട്, എത്ര BH ബോണ്ട് ഉണ്ട്, എത്ര BBB ബോണ്ട് ഉണ്ട്, എത്ര BB ബോണ്ട് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ആ ഒരു 4 ഡിജിറ്റ് നമ്പർ, ഒരു നമ്പർ ആണ്. ആ നമ്പർ നോക്കി നമുക്ക് അറിയാൻ പറ്റും ആ ബോറോൺസിന്റെ സ്ട്രക്ചർ. ആ ബോറോൺസിന്റെ സ്ട്രക്ചർ നമുക്ക് ആ നമ്പറിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റിക്സ് നമ്പർ ഓഫ് ഒരു ബോറോൺ തരും. അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ ഇരിക്കാം. ഇവിടെ S, സ്റ്റിക്സിന്റെ S എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് BHB ബോണ്ട് ആണ് സ്റ്റിക്സിന്റെ S. അതാണ് ഫസ്റ്റ് ഡിജിറ്റ്. T എന്ന് പറയുന്നത് നമ്പർ ഓഫ് BBB ബോണ്ട് ആണ്. S BHB ബോണ്ട്, T BBB ബോണ്ട്, Y BB ബോണ്ട്. Y എന്താണ്? BB ബോണ്ട് ആണ്. X എന്താണ്? BH2 ബോണ്ട് ആണ് എന്ത് X എന്ന് പറയുന്നത്. അപ്പം ഈ നമ്പർ, ഈ 4 ഡിജിറ്റ്സ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കൂ, B2H6ന്റെ കേസ് എടുക്കൂ. B2H6 ആണെങ്കിൽ എത്ര BHB ബോണ്ട് ഉണ്ട്? 1 2. അപ്പം സ്റ്റിക്സിലെ S എന്താണ്? അവിടെ 2 ആണ്. ഇനി എത്ര BBB ബോണ്ട് ഉണ്ട്? ഇവിടെ BBB ബോണ്ട് ഉണ്ടോ ഡൈബോറൈന്റെ കേസിൽ? ഇല്ല. അപ്പൊ അവിടെ 0. ഇനി BB ബോണ്ട് ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ അവിടെ വീണ്ടും 0. ഇനി BH2 ബോണ്ട് എത്ര ഉണ്ട്? 1 2 2. അപ്പം സ്റ്റിക്സ് നമ്പർ ഓഫ് എന്താണ് ഡൈബോറൈൻ 2002 ആണ്. ഈ രീതി ചോദിക്കാം. സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ സ്റ്റിക്സ് നമ്പർ എഴുതാൻ ചോദിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എന്താണ് B4H10ന്റെ സ്ട്രക്ചർ വരച്ചിട്ട് നമുക്ക് അതിന്റെ സ്റ്റിക്സ് കോഡ് എഴുതാം. ഇനി ചോദിക്കാം എന്താണ് നിങ്ങൾക്ക് ഇതിന്റെ എന്താണ് ഫോർമുല മാത്രമേ തരത്തുള്ളൂ, സ്ട്രക്ചർ തരില്ല. അതിന്റെ സ്റ്റിക്സ് കോഡ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇതൊരു എന്താണ് ഈസി ട്രിക്കാണ്. അങ്ങനെ ടെക്സ്റ്റിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ സാറുമാർ പഠിപ്പിച്ചു തന്നതാണ്. അതായത് ഇപ്പോൾ ഒരു ഫോർമുല BHPHQ ആണെങ്കിൽ ഏത് ബോറോയിനും ആയിക്കോട്ടെ അതിനെ നമുക്ക് BHPHQ എന്ന് എഴുതാം. ഇവിടെ S എന്ന് പറയുന്നത് Q/2 to Q ആയിരിക്കും. S എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? ഇപ്പോൾ ഇവിടെ Q/2 മുതൽ Q വരെയുള്ള വാല്യൂ S ന് വരാം. T എന്ന് പറയുന്നത് P മൈനസ് ഈ Qകളായിരിക്കും. P മൈനസ് Q ആണ്. X എന്ന് പറയുന്നത് Q മൈനസ് S ആണ്. Q മൈനസ് S ആണ് X. Y എന്ന് പറയുന്നത് എന്താണ്? S മൈനസ് X/2 ആണ് എന്ത് Y. അപ്പം S എന്ന് പറയുന്നത് Q/2 മുതൽ Q വരെയുള്ള വാല്യൂ വരാം S എന്ന് പറയുന്നത്. T എന്ന് പറയുന്നത് P മൈനസ് S ആണ് T. X എന്ന് പറയുന്നത് സ്റ്റിക്സിലെ X എന്ന് പറയുന്നത് Q മൈനസ് S ആണ്. Y എന്ന് പറയുന്നത് എന്താണ്? S മൈനസ് X/2 ആണ്. ഇത്രയും എന്താണ് ഫോർമുല ഓർത്തിരിക്കുക. എക്സാമ്പിൾ പറയാണ്. B2H6 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? B2H6 നമുക്ക് എങ്ങനെ എഴുതാം? BH twice H4 എന്ന് എഴുതാം അല്ലേ? ഇവിടെ P എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. Q എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? നമുക്കറിയാം S എന്ന് പറഞ്ഞാൽ എന്താണ്? Q/2 to Q ആണ്. ഇവിടെ Q എത്രയാണ്? 4. അപ്പം 4/2 2 മുതൽ Q വരെ. അപ്പം 2 3 4. അപ്പം ആദ്യം ഇതുപോലെ ബോക്സ് എഴുതുക. STY X എന്ന് പറഞ്ഞൊരു ബോക്സ് എഴുതുക. അതിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ എസിന്റെ വാല്യൂ എല്ലാം കൊടുക്കുക. 2 3 4 അല്ലേ? ഇനി എസിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കാണാം? ടിയുടെ വാല്യൂ കാണാം. ടി എന്ന് വെച്ചാൽ എന്താണ്? T = P - S ആണ്
അല്ലേ? പി മൈനസ് എസ്. ഇവിടെ പി നോക്കൂ എത്രയാണ്? 2 ആയിരുന്നു അല്ലേ? അപ്പൊ 2 മൈനസ് 2. ഇവിടുത്തെ എസിന്റെ വാല്യൂ 2 മൈനസ് 2 എത്ര വന്നു? 0. പിന്നെ 2 മൈനസ് 3 മൈനസ് 1. പിന്നെ 2 മൈനസ് 4 മൈനസ് 2. അതല്ലേ ടിയുടെ വാല്യൂ? അപ്പൊ ടി ഇസ് ഈക്വൽ ടു പി മൈനസ് എസ് കണ്ടുപിടിച്ചു. അടുത്ത് പിന്നെ കണ്ടത് y അല്ല എക്സ് കാണണം. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ക്യൂ മൈനസ് എസ് ആണ്. അപ്പൊ ക്യൂ മൈനസ് എസ് എത്ര വരും? ക്യൂ then ഇവിടെ നോക്കൂ, ക്യൂ എത്രയായിരുന്നു? 4 ആയിരുന്നു അല്ലേ? 4 മൈനസ് എസ് ചെയ്യണം. എക്സ് 4 മൈനസ് 2 ആദ്യം എത്ര ചെയ്തു? 2. പിന്നെ 4 മൈനസ് 3 എത്ര വരും? 1. പിന്നെ 4 മൈനസ് 4 0. ഇനി എന്താ കണ്ടത്? y കാണണം അല്ലേ? y എന്ന് വെച്ചാൽ എന്തായിരുന്നു? s മൈനസ് എക്സ് ബൈ 2 അല്ലേ? ഇവിടെ s നോക്കുക, s 2 ആയിരുന്നു, y എത്ര വന്നു? 2. 2 മൈനസ് 2 വരുമ്പോൾ തന്നെ 0 ആയി. ഇനി അടുത്ത് 3 മൈനസ് 1 ബൈ 2. 3 minus 1 2. 2 by 2 1. 4 minus 0 by 2 2. ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇത്രയും സ്റ്റിക്സ് കോഡ് കിട്ടി. 2 0 0 2. 3 minus 1 1 1. 4 minus 2 2 0. ഇത്രയും കിട്ടി. ഇത്രയും കിട്ടിയ ഓർക്കുക, ഏറ്റവും ചെറിയ ടി വാല്യൂ വരുന്ന ഏതാണോ അതായിരിക്കും എന്ത്? നമ്മൾ സ്റ്റിക്സ് നമ്പർ എടുക്കേണ്ടത്. ഏറ്റവും ചെറിയ ടി വാല്യൂ വരുന്ന സ്റ്റിക്സ് നമ്പർ ആയിരിക്കും എടുക്കേണ്ടത്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം -1ഉം -2ഉം വരുന്നു. മൈനസ് നമ്പേഴ്സ് എടുക്കാൻ പാടില്ല. മൈനസ് വരുന്ന നമ്പേഴ്സ് എടുക്കാൻ പാടില്ല. അപ്പൊ ഏതാ വരുന്നത്? 0 അല്ലേ? അപ്പൊ മൈനസ് വരുമ്പോൾ ആ സ്റ്റിക്സ് നമ്പേഴ്സ് നമുക്ക് അപ്പാടെ ഒഴിവാക്കാം. ഈ ഭാഗം ടി കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഇവിടെ മൈനസ് വരുന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്സ് നമ്പേഴ്സിന്റെ ബാക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കാം, അപ്പൊ 0 എന്താണ്? സ്റ്റിക്സ് നമ്പർ ഓഫ് ബോറോയിൻ 2002 എന്ന് നമുക്ക് കിട്ടി. ഇനി വെയ്റ്റ് റൂൾ. Waits rules can be used to predict the structures of polyhedral borohydrates. Waits rule നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ്? പോളിഹെഡ്രൽ ബോറോഹൈഡ്രേറ്റ്സിന്റെ സ്ട്രക്ചർ predict ചെയ്യാൻ വേണ്ടിയാണ് വെയ്റ്റ്സ് റൂൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോൺ കൗണ്ടിങ് റൂൾ ടു predict the structures of the clusters such as boranes and carboranes. ഇലക്ട്രോൺ കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ബോറൈൻസിന്റെയും കാർബോറൈൻസിന്റെയും ഒക്കെ സ്ട്രക്ചർ കണ്ടുപിടിക്കാം. ഇനി ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട് അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചർ എന്തിനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ ബോണ്ടിങ്. അതായത് ആ പോളിഹെഡ്രൽ ഫ്രെയിംവർക്കിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവൈലബിൾ ആകുന്നുണ്ട് എന്നുള്ളതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അത് അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചർ. അക്കോർഡിംഗ് ടു വെയ്റ്റ്സ് റൂൾ, സ്പീഷീസ് ഓഫ് ഫോർമുല BnHn2- ആൻഡ് n+1 pairs of skeletal electrons have closed structure. ഒരു സ്പീഷീസ് കാർബോറൈൻസോ ബോറൈൻസോ ആയിക്കോട്ടെ, സ്പീഷീസിന് BnHn2- സ്ട്രക്ചറും അല്ലെങ്കിൽ ഫോർമുലയും n+1 pairs of skeletal electronsഉം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് സ്ട്രക്ചർ ആയിരിക്കും എന്ന വെയ്റ്റ്സ് റൂളിൽ പറയുന്നത്? ക്ലോസോ സ്ട്രക്ചർ ആയിരിക്കും. ഇനി ക്ലോസോ ബോറോഹൈഡ്രേറ്റ്സ് ആൻഡ് their carbonyl analogues are typically thermally stable and moderatively unreactive ആയിരിക്കും. അപ്പം BnHn2- n+1 പെയർ ഓഫ് സ്കെലറ്റൽ ഇലക്ട്രോൺസും ആണോ അല്ലെങ്കിൽ എന്തായിരിക്കും? അത് ക്ലോസോ സ്ട്രക്ചർ ആയിരിക്കും. ഇനി BnHn+4ഉം ഇത് ഫോർമുലയും BnHn+4 ഫോർമുലയും n+2 പെയർ ഓഫ് സ്കെലറ്റൽ ഇലക്ട്രോൺസും ആണെങ്കിൽ അതെന്താവും? നിഡോ സ്ട്രക്ചർ ആയിരിക്കും. They can be regarded as derived from the closoboranes that has lost one vertex but have BHB bonds as well as BB bonds. നമ്മളുടെ ക്ലോസോബോറൈൻസിന്റെ ഒരു വെർട്ടെക്സ് നഷ്ടപ്പെടുന്ന എന്താണ് സ്ട്രക്ചർ ആയിരിക്കും? എന്ത്? നമ്മളുടെ നിഡോബോറൈൻസ് എന്ന് പറയുന്നത്. അതിന്റെ നമ്പേഴ്സ് ഓർത്തിരിക്കുക. BnHn+4ഉം n+2 പെയർ ഓഫ് സ്കെലറ്റൽ ഇലക്ട്രോൺസും ആയിരിക്കും ഉണ്ടാവുക. The thermal stability of nidoboranes is intermediate between that of closo and arachnoboranes ആയിരിക്കും. ഇനി BnHn+6 and n+3 skeletal electrons ആണെങ്കിൽ അതെന്തായി? അരക്കനോ സ്ട്രക്ചേഴ്സ് ആയി. അതായത് ക്ലോസോ ബൊറൈൻ പോളിഹെഡ്രയ്ക്ക് 2 വെർട്ടിസസ് ലോസ്റ്റ് ആയാലുള്ള സ്ട്രക്ചർ ആണ് എന്ത്? അരക്കനോ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. എന്താണ്? ക്ലോസോ, നിഡോ, അരക്കനോ ആൻഡ് ഹൈപ്പോ. അതിൽ BnHn2 മൈനസ് ആണെങ്കിൽ എന്താണ്? n+1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകും. പിന്നെ Bn ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ എന്താണ്? ഇവിടെ n+2 രീതിയിൽ, അപ്പൊ ഇതിന്റെ പകുതി എടുക്കുക അവിടെ. അപ്പൊ n+1 പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇവിടെ നോക്കുക 4 ആണ്, അതിന്റെ പകുതി 2. ഇവിടെ 6 ആകുമ്പോൾ ഇതിന്റെ പകുതി 3. ഇവിടെ 8 ആകുമ്പോൾ അതിന്റെ പകുതി 4. അപ്പം ഈ രീതിയിലാണ് ഇലക്ട്രോൺ പെയർ കൗണ്ട് എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിന്റെ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. ഫോർമുല കാണാം. ഫോർമുലയിൽ നമുക്ക് എന്ത് കിട്ടും? ടൈപ്പ് ഓഫ് സ്ട്രക്ചർ നമുക്ക് കാണാം. ഇനി ഇതൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഷിവർ ആൻഡ് അറ്റ്കിൻസ്, ഇൻഓർഗാനിക് കെമിസ്ട്രി ബൈ ഷിവർ ആൻഡ് അറ്റ്കിൻസിന്റെ ഒരു പ്രോബ്ലം ആണ്. അവരൊരിക്കലും ഇങ്ങനെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പറഞ്ഞൊരു പ്രോബ്ലം ആയിരിക്കില്ല ചോദിക്കുന്നത്. ജസ്റ്റ് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, ലാസ്റ്റ് ആൻസറും ചോദിക്കും. ഇവർ ചോദിച്ചേക്കുന്നത് ഇൻഫോർ ദി സ്ട്രക്ചർ ഓഫ് B6H6 ഫ്രം ഇറ്റ്സ് ഫോർമുല ആൻഡ് ഫ്രം ഇറ്റ്സ് ഇലക്ട്രോൺ കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഒരു ഫോർമുല തന്ന അതിന്റെ സ്ട്രക്ചറും ഇലക്ട്രോൺ കൗണ്ടും കണ്ടുപിടിക്കാം. അതാണ് ഈ പ്രോബ്ലത്തിൽ പറയുന്നത്. നമുക്കറിയാം ആദ്യം എന്താണ്? അതിന്റെ ഫോർമുല തന്നു, B6H6 ആണെന്ന് പറഞ്ഞു. അതിന്റെ കോമൺ ഫോർമുല അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? BnHn2 അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതിന്റെ കോമൺ ഫോർമുല എഴുതുക. ഇതെന്ന് വെച്ചാൽ എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? ക്ലോസോ സ്പീഷീസിന് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ നമുക്ക് ഇതിന്റെ ഇലക്ട്രോൺ പെയർ എങ്ങനെ കൗണ്ട് ചെയ്യാം? അസ്യൂമിങ് 1 BH ബോണ്ട് പെർ ബി ആറ്റം, അതായത് 1 BH ബോണ്ട് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? 6 BH യൂണിറ്റ്സ് ഉണ്ടല്ലോ ഇവിടെ, B6 അല്ലേ? BnHn2 ആകുമ്പോൾ എന്താണ്? ഒരു ബോറോൺ ആറ്റത്തിൽ ഒരു BH ബോണ്ട് പെർ ബോറോൺ ആറ്റം ഉണ്ടെങ്കിൽ എന്താണ്? ഇതുപോലെ 6 BH യൂണിറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ B6H6ൽ നിന്ന്. അങ്ങനെ എന്താണ്? 6 BH യൂണിറ്റിൽ നിന്ന് എത്ര ഇലക്ട്രോൺസ് കാണും? BH 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ആണ്. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? ഒരു BH ബോണ്ടിൽ നിന്ന് 2 ഇലക്ട്രോൺ, അങ്ങനെ 6 BH ബോണ്ടിൽ നിന്ന് എത്ര ഇലക്ട്രോൺ വരും? 12 ഇലക്ട്രോൺസ് വരും. ടോട്ടൽ ഇലക്ട്രോൺസ് ആണ് 12 ഇലക്ട്രോൺസ്. ഇനി ചാർജ് എത്രയാണ്? -2 ആണ്. അപ്പം ചാർജ് -2 ആണെങ്കിൽ, മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അപ്പൊ ഇവിടെ ചെയ്യുക 12 ഇലക്ട്രോൺ പ്ലസ് 2 ഇലക്ട്രോൺ, ടോട്ടൽ എത്ര വന്നു? 14 ഇലക്ട്രോൺസ് വന്നു. 40 ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം n നമുക്ക് ഇവിടെ 6 ആണ്, പ്ലസ് 1 അല്ലേ? അതായത് 7 പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. 7 പെയർസ് ഓഫ് 40 ഇലക്ട്രോൺസ് എന്താണ്? 7 പെയർ. 7 എന്ന് വെച്ചാൽ 6 + 1, n+1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? n+1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും? ക്ലോസോ സ്ട്രക്ചർ ആയിരിക്കും. ഇതിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇലക്ട്രോൺ കൗണ്ട് എത്രയായിരുന്നു? 14 ഇലക്ട്രോൺസ് ടോട്ടൽ ഉണ്ട്. 7 പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ രീതിയിലാണ് നമുക്കൊരു ഫോർമുല തന്നാൽ അതിന്റെ സ്ട്രക്ചറും ഇലക്ട്രോൺ കൗണ്ടും കണ്ടുപിടിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ആണ് കാർബോറൈൻസ്. അതായത് ബോറോണും കാർബണും ഉണ്ടെങ്കിൽ, മിക്സ്ഡ് ഹൈഡ്രേറ്റ്സ് ഓഫ് ബോറോൺ ആൻഡ് കാർബൺ ഇൻ വിച്ച് കാർബൺ ആൻഡ് ബോറോൺ ആറ്റംസ് ഒക്കുപ്പൈ ദി വെർട്ടീസസ് ഓഫ് ട്രയാങ്കുലേറ്റഡ് പോളിഹെഡ്രൻ. നമ്മൾ പറഞ്ഞ പോലെ ബോറോണിന് വരെ എന്താണ്? ബോറോണും കാർബണും എവിടെ ഉണ്ടാവും? കാർബോറൈൻസിനകത്ത് ഉണ്ടാകും. ജനറൽ ഫോർമുല ഓഫ് കാർബോറൈൻ എന്ന് വെച്ചാൽ ഇതായിരിക്കും, C2BnHn+m ആയിരിക്കും. അപ്പൊ എപ്പോഴും C2 2 കാർബൺ ആറ്റം ആയിരിക്കും, BnHn+m. ഈ m മാറുന്നതനുസരിച്ചിരിക്കും എന്നത് ക്ലോസോ ആണോ നിഡോ ആണോ അരക്കണോ എന്നൊക്കെ ഈ m മാറുന്നതനുസരിച്ചായിരിക്കും നമ്മൾ പറയുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് 3 മുതൽ 10 വരെയുള്ള ഇൻറ്റിജർ ആവാം. m ഇതുപോലെ 2, 4, 6 ഒക്കെ വരാം. Boranes and carboranes have same number of electrons in their bonding framework ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? സിമിലർ സ്ട്രക്ചറും ആയിരിക്കും. ഇനി ക്ലോസോ കാർബോറൈൻ എന്ന് വെച്ചാൽ എന്താണ്? ക്ലോസ്ഡ് ആണ്, ട്രയാങ്കുലേറ്റഡ് പോളിഹെഡ്രേ ആണ്. ഫോർമുല എന്തായിരിക്കും? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു മറ്റേ BnHn+2 പറയുന്ന പോലെ തന്നെ ഇവിടെ എന്താണ്? BnHn+2 ആണ്. ഇവിടെ അതിൻ്റെ കൂടെ ഒരു C2 ഉണ്ടാവും. അതായിരിക്കും ക്ലോസോ കാർബോറൈൻ എന്ന് പറയുന്നത്. ക്ലോസോ കാർബോറൈൻ C2BnHn+2 ആണെങ്കിൽ എന്താണ്? ക്ലോസോ കാർബോറൈൻ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര വരും? 2n+2 ആയിരിക്കും. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ n+1 ഇലക്ട്രോൺ പെയർസ് എവിടെ ഉണ്ടാവും? ക്ലോസോ കാർബോറൈൻസിനകത്ത് ഉണ്ടാവും. n+1 ഇലക്ട്രോൺ പെയർസ്. നിഡോ ആവുമ്പോൾ എന്താണ്? ട്രയാങ്കുലർ പോളിഹെഡ്രയുടെ ഒരു കോർണർ റിമൂവ് ചെയ്തു. ജനറൽ ഫോർമുല എന്ത് വരും? C2BnHn+4 ആണ്
HN+4 ആണെങ്കിൽ എന്താണ് നിഡോ കാർബോറൈൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ, അതായത് ഇലക്ട്രോൺ പെയറിനെ ഡബിൾ ചെയ്താൽ മതി. 2n+4 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ പെയർ എത്രയായിരിക്കും? n+2 ആയിരിക്കും. നമ്മൾ സാധാ നിഡോയുടെ കാര്യം പറയുന്ന പോലെ തന്നെ. എക്സാമ്പിൾ ഇത്. ഇനി അർക്കനോബോറൈനിൽ വെച്ചിട്ട് 2 കോർണേഴ്സ് ഓഫ് ട്രയാങ്കുലേറ്റ് പോളിഹെഡ്ര റിമൂവ് ചെയ്യുന്നു. ഇവിടെ ഫോർമുല എന്താണ്? C2Bn HN+6 ആണെങ്കിൽ എന്തായത്? അർക്കനോ കാർബോറൈൻ ആയി. അവിടെ എന്തായിരിക്കും? n+3 ഇലക്ട്രോൺ പെയർ ഉണ്ടാവും, 2n+6 ടോട്ടൽ ഇലക്ട്രോൺസും ഉണ്ടാവും. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ആണ് ബൊറാസീൻസ്. നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ബെൻസീന് മെയിനായിട്ട് 2 അനലോഗസ് ആണ് പറയുന്നത്. ഒന്നെന്താണ്? ബൊറാസീൻസ്, അതായത് B3N3R6 എന്നുള്ളതും, പിന്നെ ട്രൈമറിക് സൈക്ലോഫോസ്ഫസിൻ കോമ്പൗണ്ട്സും. ഇത് രണ്ടുമാണ് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ അനലോഗസ് ഓഫ് ബെൻസീൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മളിപ്പം ബൊറാസീൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബൊറാസീൻസ് സ്റ്റോക്ക് ആണ് ഫസ്റ്റ് സിന്തസൈസ് ചെയ്തത്. അതെങ്ങനെയാണ്? ഡൈബൊറൈൻ അമോണിയ ട്രീറ്റ് ചെയ്തപ്പോൾ ഒരു അഡക്റ്റ് ഉണ്ടായി. അതിനെ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടായി? ബൊറാസീൻസ് ഉണ്ടായി. ഇത് അത്രയും മോർ എഫിഷ്യൻറ്റ് സിന്തസിസ് അല്ലായിരുന്നു. മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിന്തസിസ് എന്താണ്? അമോണിയം ക്ലോറൈഡ് BCl3 ട്രീറ്റ് ചെയ്തിട്ട് ഒരു അഡക്റ്റ് ഉണ്ടാകുന്നു. അതിനെ നമ്മൾ NaBH4 ആയിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? B3N3H6. ഇതാണ് എന്ത്? ബൊറാസീൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ മറ്റൊരു റിയാക്ഷൻ എന്ത്? അമോണിയം ക്ലോറൈഡ് NaBH4 ട്രീറ്റ് ചെയ്യുമ്പം ഡയറക്റ്റ് എന്തുണ്ടാകുന്നു? ബൊറാസീൻ ഉണ്ടാകുന്നു. ഈ രണ്ടും NH4Cl റിയാക്ഷനും ഇത് രണ്ടും എന്താണ്? നമ്മളുടെ സിന്തസിസ്, ബൊറാസീൻ്റെ സിന്തസിസ് ചോദിക്കാറുള്ളതാണ്. അപ്പം നിങ്ങളോട് ചിലപ്പം ഈ ഭാഗം തരും, ഇവിടെ ഉണ്ടാകുന്ന ആൻസർ ആയിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ സിന്തസിസിനകത്ത് യൂസ് ചെയ്യുന്ന റിയാക്റ്റൻസ് ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഈ സിന്തസിസ് നല്ലപോലെ എഴുതി തന്നെ പഠിക്കാം. ഇനി നൈട്രജൻ ഓർ ബോറോൺ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻസ് മേ ബി മെയ്ഡ് ബൈ അപ്രോപ്രിയേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺ ദി സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. അതായത് നമ്മൾ ഈ സിന്തസിസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഇപ്പം നമ്മുടെ NH4Cl പകരം RNH3 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? അവിടെ ഒരു R അനലോഗ് വന്നു. അങ്ങനെ നമുക്ക് എന്താണ്? നൈട്രജൻ സബ്സ്റ്റിറ്റ്യൂട്ടഡോ അല്ലെങ്കിൽ ബോറോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ബൊറാസീൻസ് എന്ത് ചെയ്യാൻ പറ്റും? പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്? പ്രിപ്പറേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആഫ്റ്റർ റിംഗ് ഹാസ് ഫോംഡ്. റിംഗ് ഫോം ചെയ്തതിന് ശേഷം ഇപ്പം ലിഥിയം ആൽക്കൈൽ ലിഥിയമായിട്ടൊക്കെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൊറാസീൻസ് ഫോം ചെയ്യാം. ഇനി എപ്പോഴും ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ്? ബൊറാസീൻ ഈസ് ഐസോ ഇലക്ട്രോണിക് വിത്ത് ബെൻസീൻ ആണ്. അതായത് BN എന്ന് പറയുന്നത് ഇപ്പം C+C ആണ് നമ്മളുടെ ബെൻസീനിലുള്ളതെങ്കിൽ B+N എന്ന് പറഞ്ഞാൽ എന്തിന് അനലോഗാണ്? ഈ C+Cക്ക് അനലോഗാണ്. ഈ സ്ട്രക്ചർ നോക്കുക. നമ്മുടെ ഹ്യൂഹിയിലൊക്കെ ടെക്സ്റ്റ് ഇനോർഗാനിക് കെമിസ്ട്രി ബൈ ഹ്യൂഹിയിലൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബൊറാസീനും ബെൻസീനും തമ്മിൽ നല്ല രീതിയിൽ തന്നെ സിമിലാരിറ്റി കാണിക്കാറുണ്ട്. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ സിമിലാരിറ്റി കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇനോർഗാനിക് ബെൻസീനായിട്ട് ബൊറാസീൻസിനെ നമ്മൾ ലേബൽ ചെയ്തിരിക്കുന്നത്. കാരണം ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ കെമിക്കൽ പ്രോപ്പർട്ടീസ് വരുമ്പോൾ ബെൻസീനും ബൊറാസീനും ക്വൈറ്റ് ഡിഫറെൻ്റ് ആണ്. അതെന്തുകൊണ്ടാണ്? രണ്ടുപേർക്കും പൈ ഇലക്ട്രോൺസ് ക്ലൗഡ്സ് ഉണ്ടെങ്കിലും BN നമുക്കറിയാം ബൊറാസിൻസ് എന്നത് B+N ബോൺസ് ആണുള്ളത് അല്ലേ? അവിടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് കൊണ്ടാണ് ഈ എന്താണ് ഡിഫറൻസ്, അതായത് ബൊറാസീൻസും ബെൻസീനും തമ്മിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറൻസ് വരാൻ കാരണം. അപ്പം ഇലക്ട്രോൺ ക്ലൗഡ് മോഡ് എങ്ങോട്ട് നിൽക്കും? നമുക്കറിയാം ബോറോണും നൈട്രജനും നോക്കുമ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി നൈട്രജൻ ആറ്റത്തിൻ്റെ അടുത്തേക്ക് നിൽക്കും. അപ്പോൾ എന്താണ്? നൈട്രജൻ ആറ്റം അതിൻ്റെ ബേസിസിറ്റി റീറ്റെയിൻ ചെയ്യുകയും ബോറോൺ ആറ്റം അസിഡിക് ആവുകയും ചെയ്യും. നമ്മൾ സാധാരണ ഇപ്പോൾ NH3യുടെയും BCl3യുടെയും കേസ് പറയുന്ന പോലെ തന്നെ നൈട്രജൻ എന്തായിരിക്കും? മോർ ബേസിക്കും ആയിരിക്കും, ബോറോൺ മോർ അസിഡിക്കും ആയിരിക്കും. ഇപ്പം നമ്മളൊരു HCl ആണ് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ഇപ്പം ബൊറാസീനിലാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ HClന് അഡീഷൻ ആയിരിക്കണം. അവിടെ അണ്ടർഗോസ് അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും. ബോറാസീൻ റെഡിലി അണ്ടർഗോസ് അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും. പക്ഷേ എന്താണ്? നമ്മുടെ HCl നമ്മൾ ബെൻസീനോട്ട് റിയാക്ട് ചെയ്ത് അങ്ങനെ ഡയറക്റ്റ് റിയാക്ഷൻ അവിടെ നടക്കില്ല, നോ റിയാക്ഷൻ ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ ആണ് അഡീഷനും സബ്സ്റ്റിറ്റ്യൂഷനും. നമ്മൾ ബെൻസീൻ്റെ കേസിൽ എന്തായിരിക്കും നടക്കുന്നത്? ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഇൻ പ്രസൻസ് ഓഫ് FeBr നമ്മൾ ഫ്രീഡം ക്രാഫ്റ്റ് പഠിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നത്. പക്ഷേ ബൊറാസൈൻസിന്റെ കേസ് വരുമ്പോൾ അവിടെ അഡീഷൻ പ്രോഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അടുത്ത ക്ലാസ് ആണ് ഫോസ്ഫറസ് ആൻഡ് നൈട്രജൻ കോമ്പൗണ്ട്സ്.
The phosphacenes are cyclic or chain compounds that contain alternating phosphorus and nitrogen atom with two substituents on each phosphorus atom. Phosphacenes എന്ന് പറയുന്നത് എന്താണ്? ഫോസ്ഫറസും നൈട്രജനും ആയിട്ടുള്ള ഒരു എന്താണ് ഓൾട്ടർനേറ്റിംഗ് ഫോസ്ഫറസും നൈട്രജനും ഉണ്ടാകും. ഈ ഫോസ്ഫറസിനകത്ത് എന്തുണ്ടാകും? രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, രണ്ട് മറ്റെന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷനും ഉണ്ടാകും. ഇങ്ങനെ ഒരു ചെയിൻ അല്ലെങ്കിൽ പോളിമറിക് ഫോം ആണ് എന്ത് നമ്മളുടെ ഫോസ്ഫാസീൻസ് എന്ന് പറയുന്നത്. ഒന്ന് ചെയിൻ ആവാം, അല്ലെങ്കിൽ എന്താവാം, സൈക്ലിക് ആകാം. മെയിൻ ആയിട്ട് 3 സ്ട്രക്ചറൽ ടൈപ്പ് ഉണ്ട്. ഒന്ന് സൈക്ലിക് ട്രൈമർ, സൈക്ലിക് ടെട്രാമർ ആൻഡ് ദി ഒളിഗോമർ ഓർ ഹൈ പോളിമർ. 3 സ്ട്രക്ചർ ആണുള്ളത്. എന്താണ്? ട്രൈമർ, അതായത് NPR ഇതാണല്ലോ സ്ട്രക്ചർ. ഇതിന്റെ ട്രൈമർ ആകാം. ട്രൈമർ ആകുമ്പോൾ സൈക്ലിക് ആയിട്ട് തന്നെ രീതി. ഇതാണ് സൈക്ലിക് ട്രൈമർ. ഇത് സൈക്ലിക് ടെട്രാമർ. ഇവിടെ 4 ആവുമ്പോഴാണ് എന്താണ് സൈക്ലിക് ടെട്രാമർ ആവുന്നത്. അതല്ല, ഒരുപാട് നമ്പർ ഓഫ് ഈ യൂണിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതിന്റെ ഒളിഗോമർ അല്ലെങ്കിൽ ഹൈ പോളിമർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ട്രൈമറിന്റെ പ്രിപ്പറേഷൻ ആണ് PCl5 നമ്മുടെ അമോണിയയായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അത് അമോണോളിസിസ് ഓഫ് PCl5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ട്രൈമറും ടെട്രാമറും കിട്ടും. അതിന്റെ കോമ്പോസിഷൻ മാത്രമേ റേഷ്യോ മാറ്റി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അത് ട്രൈമർ പ്രിപ്പയർ ചെയ്യാനാണെങ്കിലും ടെട്രാമർ പ്രിപ്പയർ ചെയ്യാനാണെങ്കിലും എന്താ അമോണോളിസിസ് ഓഫ് PCl5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനി PCl5ഉം NH4Clഉം ഇൻ പ്രസൻസ് ഓഫ് C2H2Cl2O അല്ലെങ്കിൽ എന്താണ് ബെൻസൈൽ ക്ലോറൈഡോ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഒളിഗോമർ കിട്ടുന്നത്. ഇനി അതിന്റെ ഓരോന്നിനായി എന്നിന്റെ നമ്പർ എന്താണ് കണ്ടീഷൻസ് വെച്ചിട്ട്, അതായത് നമുക്ക് കണ്ടീഷൻസ് വെച്ച് നമുക്ക് എന്താണ് ഇപ്പം ട്രൈമർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കണ്ടീഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈമറിന്റെ പ്രിപ്പറേഷൻ പെട്ടെന്ന് നടക്കും. ഇനി ഫോസ്ഫാസിൻ പോളിമേഴ്സ്, ഈ ട്രൈമറിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഒളിഗോമർ അല്ലെങ്കിൽ എന്താണ് ഹയർ പോളിമർ കിട്ടും. അതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പിന്നെ എന്താണ് നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് Cl മാറ്റി അവിടെ RONA അല്ലെങ്കിൽ RNA, R വേണമെങ്കിൽ R, നമുക്ക് എന്ത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സിന്റെ സിന്തസിസിലെ പ്രിപ്പറേഷൻ ആണ് അമോണോളിസിസ് ഓഫ് സൾഫർ മോണോക്ലോറൈഡ്, അതായത് H2Cl2 അമോണിയം ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? ടെട്രാ സൾഫർ ടെട്രാ നൈട്രൈഡ് ഉണ്ടാകും. അതായത് ഇവിടെ ബാലൻസിങ് ഉണ്ട് 6 S2Cl2ഉം 4 NH4Clഉമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാകും? S4N4ഉം പിന്നെന്താണ് ബാക്കി ബൈ പ്രൊഡക്ട്സും ഓർത്തിരിക്കുക. ഇനി മറ്റ് പ്രിപ്പറേഷൻസും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അമോണോളിസിസ് എന്ന് പറഞ്ഞു. ഇപ്പൊ അമോണിയം ക്ലോറൈഡുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനല്ല അമോണോളിസിസ് ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? SCl2 അമോണിയയായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു? നമുക്ക് ഇതുപോലെ S4N4ഉം സൾഫറും പിന്നെ 14 NH4Clഉം ഉണ്ടാകുന്നു. ഇത് മറ്റൊരു പ്രിപ്പറേഷൻ മെത്തേഡാണ്. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് NH3 മറ്റൊരു രീതിയിൽ, അതായത് CCl4ന്റെ പ്രസൻസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ SCl2 അല്ല S2Cl2 ആണ്. S2Cl2 നമുക്ക് അമോണിയ ഇൻ പ്രസൻസ് ഓഫ് എന്താണ് CCl4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? S4N4 കിട്ടും. ഇനി S2N2ഉം NSX അതായത് ഇതിന്റെ പോളിമറും ഒക്കെ എന്താണ് ഈ S4N4ൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രിക്കസർ. S4N4 ആണ് ആദ്യം ഉണ്ടാകുന്നത്, പിന്നാണ് എന്ത് S2N2ഉം SNX ടൈംസും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് റിയാക്ഷൻസ് ഓഫ് S4N4 ആണ്. ഇത് കാണാതെ പഠിക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ പഠിക്കാമെങ്കിൽ നല്ലതാണ്. നമ്മുടെ നെറ്റിനും ഗേറ്റിനും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അത്രയും വലുതായിട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും പഠിക്കാൻ പറ്റുന്നവർക്ക്, ഇത് റെഫർ ചെയ്ത് അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റുന്നവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ റിയാക്ഷൻസ് S4N4ന്റെ വിവിധ റിയാക്ഷൻസുമായിട്ടുള്ള റിയാക്ഷൻസ് പഠിച്ചിരുന്നാൽ നല്ലതാണ്. ഡൈസൾഫർ ഡൈനൈട്രേറ്റ്, അതായത് S2N2. നമ്മൾ പറഞ്ഞു S4N4 വഴിയാണ് എന്തുണ്ടാകുന്നത്? S2N2 നമുക്ക് ഫോം ചെയ്യുന്നത്. ഇതിന് ഒരു സ്ക്വയർ സ്ട്രക്ചർ ആണ്. S4N4 പോലെ തന്നെ എന്താണ് ഇതും എക്സ്പ്ലോസീവ് ആണ്. അതുപോലെ പോളിമറൈസ് ടു SNX കിട്ടും ഇത് പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ.
അടുത്തതാണ് പോളിതയാസിൻ. ഇതെന്ന് വെച്ചാൽ SN6, അതായത് പോളിമർ ആണ്. സൾഫർ നൈട്രജൻ കോമ്പൗണ്ട് പോളിമർ ആണ്. അതിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ത്? ഇറ്റ് ഈസ് ഗോൾഡൻ ബ്രോൺസ് ഇൻ കളർ ആണ്. അതുപോലെ തന്നെ മെറ്റാലിക് ടൈപ്പ് ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് കാണിക്കുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ത്? അറ്റ് 0.26 കെൽവിനിൽ ഇത് എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നു? സൂപ്പർ കണ്ടക്ടർ ആവുന്നു. SN6 എന്തായി ബിഹേവ് ചെയ്യുന്നു? ഒരു സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ഈ ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ് 0.26 കെൽവിനിൽ. ഇനി മോളിക്കുലർ സൾഫൈഡ്സ് ഓഫ് ഫോസ്ഫറസ്. ഇതിനകത്തും ഈ PS ബോണ്ട് എത്രയുണ്ട്, അല്ലെങ്കിൽ എന്താണ് P ഡബിൾ ബോണ്ട് S ബോണ്ട് ഉണ്ടോ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. ദി മോളിക്കുലർ സൾഫൈഡ്സ് P4S3, P4S7, P4S9 and P4S10 are prepared by heating together red phosphorus and sulfur in corresponding formula ratios. കറസ്പോണ്ടിങ് സ്റ്റോഷിയോമെട്രിക് റേഷ്യോയിൽ ഫോസ്ഫറസും സൾഫറും കൂടെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മോളിക്കുലർ സൾഫൈഡ്സ് കിട്ടും, സൾഫൈഡ്സ് ഓഫ് ഫോസ്ഫറസ് കിട്ടും. ഇതിനകത്തും മെയിനായിട്ട് ചോദിക്കുന്നത് എന്താണ്? ഇതിൻ്റെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് നോക്ക് P4S4. P4S4നകത്ത് എന്താണ്? ഓൾട്ടർനേറ്റ് ആയിട്ട് Pയും Sഉം കൂടെ ബോണ്ട് ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം സ്ട്രക്ചർ വരച്ച് പഠിക്കുക. വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി സ്കോർ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എത്ര P ഡബിൾ ബോണ്ട് S ബോണ്ട് ഉണ്ടെന്ന് ചോദിക്കും, എത്ര PSP ബോണ്ട് ഉണ്ടെന്ന് ചോദിക്കാം. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. നമ്മുടെ സിലബസിൽ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ട ഭാഗങ്ങൾ ഒന്ന് ഒരുമിച്ചാക്കിയേക്കാണ്. മെയിനായിട്ട് ഹാലജനേറ്റഡ് ആസിഡ്സ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത്, റെഡ്യൂസിങ് പവർ, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൾപ്പി, സോല്യൂബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് HF, HCl, HBr, HI തന്നിട്ട് ചിലപ്പം ചോദിക്കാം ഓർഡർ ഓഫ് അസിഡിറ്റി എന്താണെന്ന്. അപ്പം നോക്കുക, ഡൗൺ ദ ഗ്രൂപ്പ് പോകുമ്പോൾ എന്താണ്? അവരുടെ ഓർഡർ ഓഫ് അസിഡിറ്റി കൂടുതലായിരിക്കും. അപ്പം HFനായിരിക്കും ഏറ്റവും ലീസ്റ്റ് അസിഡിക്ക്, HI ആയിരിക്കും ഏറ്റവും കൂടുതൽ അസിഡിക്ക്. അത് എന്തുകൊണ്ടാണ്? നമുക്ക് H+ പെട്ടെന്ന് ലീവ് ചെയ്യാൻ കഴിയുന്ന ആർക്കാണ്? HIക്കാണ്. അപ്പോൾ അസിഡിക് സ്ട്രെങ്ത് ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ? HI. ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാണ്? HF ലെസ് ദാൻ HCl ലെസ് ദാൻ HBr ലെസ് ദാൻ HI. അത് HIക്കായിരിക്കും ഏറ്റവും കൂടുതൽ. ഇതേ സെയിം ട്രെൻഡാണ് റെഡ്യൂസിങ് പവറും കാണിക്കുന്നത്. ഈ അസിഡിക് സ്ട്രെങ്തിൻ്റെ സെയിം തന്നെയാണ് റെഡ്യൂസിങ് പവറും കാണിക്കുന്നത്. ഇനി ബോണ്ട് ഡിസോസിയേഷൻ എന്താൾപ്പി, ഏറ്റവും കൂടുതൽ എനർജി HF ബോണ്ട് വളരെ സ്ട്രോങ് ആണ് അല്ലേ? അപ്പോൾ എന്താണ്? അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, ആ ബോണ്ടിങ് വളരെ സ്ട്രോങ് ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുതലാണ്. അപ്പം അവിടെ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് എന്തായിരിക്കും? അവർക്ക് ബോണ്ട് ഡിസോസിയേഷൻ എന്താൾപ്പി അവിടെ കൂടുതൽ വേണ്ടി വരും. സോല്യൂബിലിറ്റിയും ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? HF ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് വെച്ചിട്ട് HFനായിരിക്കും മോർ സോല്യൂബിൾ, HI എന്തായിരിക്കും? ലീസ്റ്റ് സോല്യൂബിൾ ആയിരിക്കും. പിന്നെ ഓക്സോ ആസിഡ്സ് ഓഫ് ഹാലജൻസ്, ഇതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ എന്താണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർമുല, സ്ട്രക്ചറും ഒക്കെ ഈ ഓക്സോ ആസിഡ്സ് ഓഫ് ഹാലജൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളൊരു പോർഷനാണ്. ഇത് നല്ലപോലെ ശ്രദ്ധിക്കുക. ഹൈപ്പോക്ലോറസ് ആസിഡ്, ഇതിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇവരുടെ എന്താണ്? അസിഡിക് സ്ട്രെങ്ത് മെയിനായിട്ട് ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുക? അസിഡിറ്റി. ഓക്സോ ആസിഡ്സ് ഓഫ് ഹാലജൻസ് ആണ് ഇത്. ഇതിൻ്റെ അസിഡിറ്റി ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അസിഡിക് ആയതാണ്? പെർക്ലോറിക് ആസിഡാണ്. പെർക്ലോറിക് ആസിഡാണ്. ഇവിടെ നമ്മളിപ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ അസിഡിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കണം മോർ നമ്പർ ഓഫ് ഓക്സോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ. എന്നാൽ ഇപ്പോൾ ഓക്സോ ആസിഡ്സിൻ്റെ എല്ലാം കേസ് തന്നെ നമ്പർ ഓഫ് ഓക്സോ ഗ്രൂപ്പ് കൂടുതലാണെങ്കിൽ എന്താണ്? അസിഡിറ്റി ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? O- ആയതുകൊണ്ട് അതിന് റെസൊണൻസ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. റെസൊണൻസ് ഇപ്പം നമ്മളൊരു H+ പോയാൽ അസിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടോണിനെ കൊടുക്കാനുള്ള എബിലിറ്റി. പ്രോട്ടോണിനെ കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇപ്പം ClO4- ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓക്സോ എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യും? മോർ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആകും. അപ്പോൾ അവർ മോർ സ്റ്റെബിലൈസ്ഡ് ആവും. അപ്പോൾ എപ്പോഴും ഓക്സോ ഗ്രൂപ്പിൻ്റെ നമ്പർ കൂടുമ്പം സ്റ്റെബിലിറ്റിയും കൂടും. ഏറ്റവും കുറവ് അസിഡിറ്റി ഉള്ള HClOയ്ക്കാണ്. അത് കഴിഞ്ഞ് HClO2, HClO3, ഏറ്റവും കൂടുതൽ HClO4നായിരിക്കും. ഇനി ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ, സൾഫ്യൂറസ് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഒലിയം, തയോസൾഫ്യൂറസ് ആസിഡ്, ഡൈതയോണസ് ആസിഡ്, ഡൈതയോണിക് ആസിഡ്, ക്യാരോസ് ആസിഡ്, പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്. ഇതിൻ്റെ എല്ലാം ഫോർമുലയും പഠിച്ചിരിക്കണം, സ്ട്രക്ചറും പഠിച്ചിരിക്കണം. ചോദിക്കുന്നത് എന്താണ്? ഇപ്പം നിങ്ങൾ ചോദിക്കുന്നത് സൾഫ്യൂറസ് ആസിഡിനകത്ത് എത്ര ഓക്സോ ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിക്കാം. അതൊരു ക്വസ്റ്റ്യൻ ആവും. അല്ലെങ്കിൽ ഇതിൽ സൾഫ്യൂരിക് ആസിഡിലെ ഓക്സോ ഗ്രൂപ്പിൻ്റെ നമ്പർ അല്ലെങ്കിൽ OHൻ്റെ നമ്പർ എത്രയാണെന്നൊക്കെ ചോദിക്കാം. ആ രീതിയിൽ വരും. അതുപോലെ അതിൻ്റെ എന്താണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോർമുലയെ അറിയണം, സ്ട്രക്ചർ പറഞ്ഞെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റൂ.
ഇവിടെ നോക്കുക, ഒലിയത്തിനാണെങ്കിൽ ഇവർ ചോദിക്കും പിന്നെ ഒലിയത്തിനകത്ത് SOS ബോണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡിനകത്ത് SOS ബോണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഓക്സോ ആസിഡ്സിൽ ഏതിനാണ് SOS ബോണ്ട് ഉള്ളത്, അല്ലെങ്കിൽ പെറോക്സോ ബോണ്ട്, ഈ OO ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ്, പെറോക്സോ ബോണ്ട് ഉള്ളത് ആരാണ്, ഇതൊക്കെ പെറോക്സോ ബോണ്ട്. അപ്പം പെറോക്സോ ബോണ്ട് ഉള്ളത് ആരാണ്, SOS ബോണ്ട് ഉള്ളത് ആർക്കാണ്, ഏറ്റവും കൂടുതൽ S ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഓക്സോ ഗ്രൂപ്പ്സ് ഉള്ള ആസിഡ് ഏതാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ. സൾഫർ മാത്രമല്ല, ഓക്സോ ആസിഡ്സിന്റെ കേസിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതെല്ലാം. അപ്പം എല്ലാ ഓക്സോ ആസിഡ്സിന്റെയും സ്ട്രക്ചർ, നെയിം, പിന്നെന്താണ് ഫോർമുല പഠിച്ചിരിക്കണം. ഇത് ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്. സെയിം മെത്തേഡ് തന്നെയാണ്. എത്ര ഓക്സോ ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിക്കാം, നമ്പർ ഓഫ് OH ഗ്രൂപ്പ് ചോദിക്കാം, അത് മോണോബേസിക് ആണോ, ഡൈബേസിക് ആണോ, ട്രൈബേസിക് ആണോ. ഇപ്പം നമ്പർ ഓഫ് OH ഗ്രൂപ്പിനെ അനുസരിച്ചിരിക്കും അതെന്താണ്, മോണോബേസിക് ആണോ, ഡൈബേസിക് ആണോ എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് OH ഗ്രൂപ്പ് ആണ്. ഓക്സോ ഗ്രൂപ്പ് ആണ് അതിന്റെ എന്താണ്, അസിഡിറ്റി, ഏറ്റവും കൂടുതൽ അസിഡിക് ആണോ ലെസ് അസിഡിക് ആണോ ചെയ്യുന്നത് നമ്പർ ഓഫ് ഓക്സോ ഗ്രൂപ്പ് ആണ്. പിന്നെ ഇത് H4P2O7 തന്നിട്ട് അതിനകത്ത് POP ബോണ്ട് ഉണ്ടോ, POP ബോണ്ടില്ലേ, അല്ലെ PP ബോണ്ട് ആണോ ഉള്ളതെന്നൊക്കെ ചോദിക്കാം. അപ്പം നമ്പർ ഓഫ് എന്താണ് OH ഗ്രൂപ്പ്, 4 OH ഗ്രൂപ്പ്സ് ഉണ്ടാവും, എത്ര നമ്പർ ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി അസിഡിറ്റി ഓഫ് ഓക്സൈഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, അതായത് എക്സെപ്റ്റ് BeO നോക്കിക്കഴിഞ്ഞാൽ, ബെർലിയം ഓക്സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഓക്സൈഡ്സ് ആർ ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് ഓക്സൈഡ്സ് ആർ എന്താണ്, ബേസിക് ആണ്. ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ എക്സെപ്റ്റ് ബെർലിയം എന്താണ്, ഓക്സൈഡ്സ് ബേസിക് ആണ്. BeO ബെർലിയം ഓക്സൈഡ് എന്താണ്, ആംഫോട്ടറിക് ആയിരിക്കും. ഇനി ബോറോൺ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ബോറോൺ ഓക്സൈഡ് എന്തായിരിക്കും, ബോറോണിന്റെ ഓക്സൈഡ് അസിഡിക് ആണ്. അലൂമിനിയവും ഗാലിയവും എന്താണ്, ആംഫോട്ടറിക് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില തന്നിരിക്കുന്ന ഓക്സൈഡ്സിൽ ഏതൊക്കെയാണ് ആംഫോട്ടറിക് ഓക്സൈഡ്സ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ എന്താണ്, അലൂമിനിയം, ഗാലിയം, ബെർലിയം ഓക്സൈഡ് ഒക്കെ എന്താണ്, ആംഫോട്ടറിക് ആണ്. നോൺ മെറ്റൽസ് എല്ലാം എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും. മെറ്റൽസ് എന്തായിരിക്കും, ബേസിക്കും ആയിരിക്കും. കോമൺ കൺസെപ്റ്റ് പഠിച്ചു വെക്കുക. ഇനി ഓക്സൈഡ്സ് ഓഫ് ഹാലജൻ എന്തായിരിക്കും, എപ്പോഴും അസിഡിക് ആയിരിക്കും. ഓക്സൈഡ്സ് ഓഫ് ഹാലജൻ അസിഡിക് ആയിരിക്കും. ഇനി ടൈപ്പ് ഓഫ് ഓക്സൈഡ്സ് നമുക്ക് രണ്ടായിട്ട് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, മെറ്റാലിക് ഓക്സൈഡ്സും നോൺ മെറ്റാലിക് ഓക്സൈഡ്സും. ഇനി ഈ മെറ്റാലിക് ഓക്സൈഡിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബേസിക് ഓക്സൈഡ്സും ഉണ്ട്, ആംഫോട്ടറിക്കും. അതുപോലെ തന്നെ നോൺ മെറ്റാലിക് ഓക്സൈഡ്സിനെ നമുക്ക് വീണ്ടും കണ്ടിട്ട് ക്ലാസിഫൈ ചെയ്യാം, അസിഡിക് ഓക്സൈഡ്സും ന്യൂട്രൽ ഓക്സൈഡ്സും. ചോദിച്ചു കണ്ടിട്ടുണ്ട്, തന്നിരിക്കുന്നവയിൽ ന്യൂട്രൽ ഓക്സൈഡ്സ് ഏതൊക്കെയാണ്. എക്സാമ്പിൾ ആണ് ന്യൂട്രൽ ഓക്സൈഡിന് H2O, NO, CO, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ന്യൂട്രൽ ഓക്സൈഡ്സിന് എക്സാമ്പിൾ ആണ്. ആംഫോട്ടറിക് ഓക്സൈഡ്സിന് എക്സാമ്പിൾ ആണ് BeO, അതുപോലെ തന്നെ എന്താണ് Al2O3, പിന്നെന്താ പറഞ്ഞത് നമ്മളിപ്പം ഗാലിയം എന്താണ്, ആംഫോട്ടറിക് ഓക്സൈഡ് ആണ്. സിങ്കിന്റെ ഓക്സൈഡ് ആംഫോട്ടറിക് ആണ്. അപ്പം ആംഫോട്ടറിക് ഓക്സൈഡ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ട്. അസിഡിക് ഓക്സൈഡ്സ് മെറ്റൽസ് ആണെങ്കിൽ എന്താണത്, ബേസിക് ഓക്സൈഡ്സ് ആയിരിക്കും. നോൺ മെറ്റൽസ് അസിഡിക് ഓക്സൈഡ്സ് ആയിരിക്കും. അപ്പൊ ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇത് ടൈപ്പ് ഓഫ് ഓക്സൈഡ്സ്, അതിന്റെ അസിഡിക് ക്യാരക്ടേഴ്സ്. ഇനി അസിഡിക് ക്യാരക്ടർ ഓഫ് ബോറോൺ ആൻഡ് ഹാലജൻ കോമ്പൗണ്ട്സ്. ഇതിനകത്ത് ആബ്സെൻസ് ഓഫ് ബാക്ക് ബോണ്ടിങ് ആണെങ്കിൽ ഇൻക്രീസസ് ദി അസിഡിറ്റി. ബാക്ക് ബോണ്ടിങ് കുറവാണെങ്കിൽ എന്തായിരിക്കും, അസിഡിറ്റി കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ Bi3 ആയിരിക്കും എന്ത്, ഏറ്റവും കൂടുതൽ അസിഡിക്. ഇനി ബാക്ക് ബോണ്ടിങ് കൂടുതലാണെങ്കിൽ നേരെ തിരിച്ചാണ്, ബാക്ക് ബോണ്ടിങ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, അസിഡിറ്റി കുറവായിരിക്കും. അപ്പം നമ്മൾ ബോറോൺ ഹാലൈഡ്സിന്റെ കേസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അസിഡിക് എന്തായിരിക്കും, Bi3 ആയിരിക്കും ഏറ്റവും അസിഡിക് ആയിട്ടുള്ള മോളിക്യൂൾ. ഹൈഡ്രേഷൻ എൻതാൽപ്പി ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. സ്മോളർ ദി അയോൺ ആണെങ്കിൽ ലാർജർ ദി ഹൈഡ്രേഷൻ എൻതാൽപ്പി ആയിരിക്കും. അയോണിന്റെ സൈസ് ചെറുതാണെങ്കിൽ ലാർജർ ദി ഹൈഡ്രേഷൻ എനർജി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താൽ നമുക്കറിയാം ഏറ്റവും ചെറിയ അയോൺ ഏതിനാണ്, ലിഥിയം ആണ്. അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ എനർജി ഉണ്ടാവുക. സെക്കൻഡ് ഗ്രൂപ്പ് എടുത്താൽ ബെർലിയം ആണ് സ്മോൾ സൈസ്, അപ്പോൾ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ എനർജി ഉണ്ടാവുക. ഇനി കമ്പാരിസൺ, ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, along the period സൈസ് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പം ആൽക്കലി മെറ്റൽസിനെക്കാട്ടി സൈസ് കുറവാണ് എന്ത്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അപ്പം ഗ്രൂപ്പ് 2 ആയിരിക്കും സ്മോളർ സൈസ്. അപ്പം എന്തായിരിക്കും ഇവർക്ക്, ലാർജർ ഹൈഡ്രേഷൻ എൻതാൽപ്പി ആയിരിക്കും. അപ്പോൾ നമ്മുടെ യൂണിറ്റ് 1 മോഡ്യൂൾ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഏകദേശം എല്ലാ പോർഷൻസും കവർ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് നമ്മളുടെ എല്ലാ യൂണിറ്റ്സും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം കൂടുതലായിട്ട്. നിങ്ങൾ എപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ പേനയും പേപ്പറും കൊണ്ട് തന്നെ ഇരിക്കുക, ലെക്ചർ നോട്ട്സ് എഴുതി തന്നെ പോവുക, പ്രോബ്ലംസ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക, പിന്നെ മാത്രം ആൻസർ റെഫർ ചെയ്യുക. പിന്നെ മാക്സിമം റീഡ് ചെയ്യുക. ഈ പോർഷനൊക്കെ നമുക്ക് കാണാതെ പഠിക്കേണ്ട പോർഷൻസ് ആണ്. എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.